ഈ വിഗ്രഹം എനിക്ക് എന്റെ ദേവി കൊണ്ട് തന്നതാ. സത്യം. കണ്ടോ? എന്റെ ഈശ്വര, മദ്യം അധികം കഴിച്ച് ഇങ്ങനെ വട്ടായി പോവോ? നിങ്ങളെല്ലാരും എന്തോ എന്നെ നോക്കുന്ന? യോ, ഞാൻ സത്യം പറഞ്ഞ. ഇന്നലെ സ്വപ്നത്തില് ബാബുരാട്ടി ഭഗവാൻ എന്നെ വന്ന് വിളിച്ചുണർത്തി. എന്താ ചെറിയമ്മേ? നോക്ക്, ഏതാണ്ട് ഇതേപോലത്തെ വേഷമായിരുന്നു ഇട്ടിരുന്നത്. സത്യം. പിന്നെ ഈ വിഗ്രഹം തന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, ഓ ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഓ അമ്മാ തമ്പുരാട്ടി, ഞാനത് അന്നേരേ കൊണ്ടുവന്ന് ദാ ഇവിടെ ഭദ്രമായിട്ട് അങ്ങ് അകത്ത് വെച്ച്. എന്റെ ദേവി, നീ ഇന്നലെ മദ്യം മാത്രമല്ലേ കഴിച്ചോളൂ? പിന്നെന്താ ഇപ്പോഴും നീ ബോധമില്ലാതെ സംസാരിക്കുന്നത്? എന്തോ മകേട്ടാ, എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾ എന്തോ വിചാരിക്കുന്നത്? ഇന്നലെ രാത്രിയെ ഈ കിരൺ തീർക്കാൻ ഞാൻ കണ്ടല്ലോ. ആണോ? സംശയം ഉണ്ട് അവരുടെ പേര്. ചോദിക്കേ, ചോദ്യം അങ്ങോട്ട്. ശരിയാ, പുറത്തെന്തോ ശബ്ദം കേട്ട് ഞങ്ങൾ ഇറങ്ങി നോക്കിയായിരുന്നു. കണ്ട എനിക്ക് ബോധമില്ലെന്ന് ചെറിയച്ഛനെ കണ്ടിരുന്നു. കേട്ടാ, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ലോ, ആയില്ലേ? ഇവര് രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓ എന്റെ പൊന്നു തമ്പുരാട്ടി വന്നു. വിഗ്രഹം എല്ലാവരും കണ്ടു. ഇനി ഇതെങ്ങനെ മേനോനെ തിരികെ ഏൽപ്പിക്കും? എന്താടാ ചെറിയച്ചൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിലായിരിക്കും ഈശ്വരകാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് വിശദീകരിക്കാനോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ ആർക്ക് സാധിക്കില്ല. കണ്ട ചേച്ചിക്ക് കാര്യം മനസ്സിലായി. ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിഗ്രഹമൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ എല്ലാവർക്കും ഒന്നും തരത്തില്ല. പക്ഷേ ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് ഇങ്ങനെ കൊണ്ട് തന്നിട്ട് പോകും. നമുക്ക് എന്തായാലും ഇനി ഈ ബെഡ്റൂമിൽ ഈ വിഗ്രഹം വെക്കണ്ട. എന്റെ ദേവി, പുറത്തേക്ക് കൊണ്ടുവാ. വാ വാ പൂർണിമ, എടുത്തോ, പിടിക്ക്. എടുക്കുമ്പോള് അതാണ് ചേച്ചി പറഞ്ഞാണ് കാര്യം. വാ.